ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന മേഖലകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. മലേറിയയും മന്തും കുഷ്ഠവും ക്ഷയരോഗവും അടക്കമുള്ളവർ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്ന തൊഴിലുടമകൾ നിയമപരമായ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഉടുമ്പൻചോല അടക്കമുള്ള മേഖലകളിൽ അതിഥി തൊഴിലാളികളെ ആരോഗ്യ പരിശോധന നടത്തുവാൻ തൊഴിലുടമകൾ വിമുഖത കാണിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് വ്യാപകമായി പരാതികൾ ഉയർന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തൊഴിലാളികളിൽ മലേറിയയും കുഷ്ഠവും ക്ഷയരോഗവും അടക്കം കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ ആഴ്ചയും മേഖലയിൽ മലേറിയ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കർശന പരിശോധനയുമായി രംഗത്ത് വന്നത്. പുതുതായും നിലവിൽ ജോലി ചെയ്യുന്നവരെയും കർശനമായും സ്ക്രീനിംഗ് നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ പരിശോധനകൾ സൗജന്യമായി നടത്തപ്പെടുന്നുമുണ്ട്. ഇവർക്ക് നമ്മൾ സ്ക്രീനിങ് അടക്കം, അതായത് ഇവരുടെ രക്തം പരിശോധിച്ച് മലേറിയ ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ, ഒരു വന്നൊരു 3 ദിവസത്തിനകത്ത് ഇവരുടെ രക്തപരിശോധനകൾ നടത്തണമെന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുടെയും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങളുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകൾ വരുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഒരു രക്തം പരിശോധിക്കുകയും സ്ക്രീനിങ് നടത്തുകയും അവർക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും ക്ഷയരോഗത്തിനായിട്ട് അവരുടെ കഫ പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം രീതിയിൽ അവരുടെ ആരോഗ്യ പരിശോധന നടത്തി അവർക്ക് അസുഖമില്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു സ്ക്രീനിങ് ആണ് നടത്തുന്നത്. രോഗമുണ്ടെന്നറിഞ്ഞാൽ യഥാസമയം ആരോഗ്യവകുപ്പിനെ അറിയിക്കാതിരിക്കുകയോ മറച്ചുവെക്കുകയോ ചെയ്താൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസെടുക്കുമെന്നാണ് തൊഴിലുടമകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അസുഖമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയോ അസുഖമുള്ള ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയോ അതൊക്കെ മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം ആ പറഞ്ഞ തൊഴിലുടമകൾക്കെതിരായിട്ട് കേസെടുക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഈ ആൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് തൊഴിലുടമയുടെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് ഈ ആൾക്ക് എന്ത് സംഭവിച്ചാൽ. അടുത്ത ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിംഗ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.